പിന്നെ കൈസ് മോനെ നിന്റെ ഹോസ്പിറ്റലിലെ മുതലാളിനോട് ഞാൻ സംസാരിച്ചടാ. അവന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പോലെ വർത്താനം എനിക്ക് നിന്നോട് പറയുള്ളൂ. എന്നെ എന്റെ മക്കളെയും വല്ലാണ്ട് ഇട്ടങ്ങടെ അഴിക്കണെങ്കിൽ നിന്റെ കരണം അടിച്ചു പോക്കാൻ എനിക്ക് അറിയടാ. ഞാൻ വേറെ ആരും വേണ്ട, ഞാൻ എന്നെ മതി നിന്റെ കരണം അടിച്ചു പൊളിക്കാൻ. ഞാൻ എന്നെ അവിടെ വരും, നിന്റെ കരണം ഞാൻ അടിച്ചു പൊട്ടിക്കും. അപ്പൊ ഷാജി കളിച്ച് കളിച്ച് ഈ പെണ്ണ് തലേ കയറി കളിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പൊ അതാ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ച് ഇവള് പ്രശ്നം ഉണ്ടാക്കുന്ന ലെവലിലേക്ക് വരെ എത്തി കാര്യങ്ങൾ. പെണ്ണ് ഒരുമ്പെട്ടാലെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. അതന്നെ സംഭവം എന്താണ് ഏതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ഈ ഷാജി എന്ന് പറയുന്ന ഫാമിലി വ്ളോഗർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വന്തം ഉമ്മയെ കുറിച്ച് വളരെ മോശമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഉമ്മ എന്നെ വിളിക്കുകയും എന്നോട് പല കാര്യങ്ങൾ പറഞ്ഞു തരികയും മോനെ ഈ കാര്യങ്ങൾ പുറം ലോകത്തോട് അറിയിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഉമ്മാന്റെ വോയിസ് റെക്കോർഡ് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഷാജിദ് എനിക്കെതിരെ ഫുൾ ഭീഷണി ആയിരുന്നു. അല്ല, ആദ്യം പറഞ്ഞു നീ എന്റെ വീട്ടിലേക്ക് വരണം, ഇല്ലെങ്കിൽ നിനക്കിട്ട് ഞാൻ പണിയൊന്നും പറഞ്ഞു. അത് തൂറ്റിപ്പോയി. പിന്നെ നിന്റെ കുടുംബത്തിൽ കയറി കളിക്കും, നിന്റെ വീട്ടിലേക്ക് വരും എന്ന് പറഞ്ഞ് അടുത്ത ഭീഷണിയിട്ട് വന്നു. അതും തൂറ്റിപ്പോയി. ഇപ്പൊ അത് അവസാന തടവെന്നോണം എവിടുന്നോ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ നമ്പർ ഒപ്പിച്ചിട്ട് അങ്ങോട്ട് വിളിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കാണ്. പിന്നെ ആരാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ നമ്പർ ഷാജിദക്ക് കൊടുത്തതെന്നും അയാൾ അങ്ങോട്ട് വിളിച്ച് എന്ത് ഉദ്ദേശം കൊണ്ടാണ് കൊടുത്തതെന്നും ഒക്കെ എനിക്ക് നല്ലോണം അറിയാം. ആ വ്യക്തിക്കിട്ടുള്ള പണി വേറെ വരുന്നുണ്ട്, അത് വേറെ കാര്യം. നീ തീർന്നട മോനെ, തീർന്നു. ഇനി അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇന്നലെ നടന്ന സംഭവം ഞാൻ പറയാം. അപ്പൊ ഇന്നലെ വൈകുന്നേരം ഏകദേശം ഒരു 4:45 ആയി കാണും. ആ സമയത്ത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ഒരു കോൾ വരികയാണ്. ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്, പാലക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. കൈസ എന്ന് പറയുന്ന ആള് ജോലി ചെയ്യുന്ന സ്ഥാപനമല്ലേ, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഈ ഫോൺ എടുത്തത് റിസപ്ഷനിസ്റ്റ് ആണ്. ശബ്ദം കേട്ടപ്പോൾ തന്നെ അവന് മനസ്സിലാക്കുന്നത് ഷാജിദാണെന്നുള്ളത്. അവൻ നൈസായിട്ട് ഞങ്ങൾ പറയാമെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. റിസപ്ഷനിൽ മാത്രമല്ല കേട്ടോ, മാനേജറെയും വിളിച്ച്. എന്നിട്ട് പുള്ളിക്കാരനോടും ഇതേ കാര്യം തന്നെ അങ്ങോട്ട് പറഞ്ഞു. പുള്ളിക്കാരനും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. എന്തായാലും പുള്ളിക്കാരന്റെ സ്ഥാപനത്തിലേക്ക് വിളിച്ചത് തന്നെ വോയിസ് റെക്കോർഡ് ഞാൻ കേൾപ്പിച്ചു തരാം. ഹലോ, കൈസല്ലേ? ഹലോ, കൈസല്ലേന്ന്? കൈസ അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തോ? സ്റ്റേഷനിൽ വിളിക്കാണ്. എവിടുന്നായിരുന്നു? സ്റ്റേഷനിൽ നിന്ന് വിളിക്കാണ്, പാലക്കാട് സ്റ്റേഷനിൽ. പറഞ്ഞോളൂ. കൈസ ആണോ? കൈസ അവിടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണോ? ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ അവരോട് കോൺടാക്ട് ചെയ്യാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതിയോ? യൂട്യൂബ് ചാനലിന്റെ കൈസ ഇറ്റ്സ് മീ കൈസ എന്ന ചാനലിന്റെ ഉടമസ്ഥനാണ്. 4 ലക്ഷം സബ്സ്ക്രൈബർ. പെൺകുട്ടികളെ അപമര്യാദയായിട്ട് 4 വർഷമായിട്ട് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരണോ അതോ അവന്റെ വീട്ടിലേക്ക് വരണോ എന്ന് നിങ്ങൾ അവനോട് ചോദിച്ചിട്ടൊന്ന് പറയണേ. ഞാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറയാം കേട്ടോ. ഓക്കെ. എങ്ങോട്ടാന്ന് വെച്ചാൽ പോരും മോളെ, എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്നും പറഞ്ഞ് ഫോൺ ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ശബ്ദം മാറ്റി വിളിക്കാനോ അതല്ലെങ്കിൽ മറ്റാരെ കൊണ്ടെങ്കിലും വിളിപ്പിക്കാനോ നോക്കണമായിരുന്നു. ഇത് സ്വന്തം ശബ്ദത്തിൽ തന്നെ വിളിച്ചേക്കുവാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്നും പറഞ്ഞിട്ട്. നിന്റെ ശബ്ദം ഇവിടെ എല്ലാവർക്കും ഫെമിലിയർ ആണെന്നുള്ളൊരു ബോധമെങ്കിലും നിനക്ക് വേണ്ട ഷാജിദ. പിന്നെ ഷാജിദ അറിയാൻ വേണ്ടി ചില കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഒരിക്കലും ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരാൾക്കെതിരെ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാണെങ്കിൽ അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്കോ മറ്റോ ആദ്യം വിളിക്കത്തില്ല. ആദ്യം പരാതി ലഭിച്ച വ്യക്തിയുടെ ഫോൺ നമ്പർ പോലീസ് ട്രേസ് ചെയ്തെടുത്തിട്ട് ആ വ്യക്തിയുടെ നമ്പറിലേക്കായിരിക്കും വിളിക്കുക. എന്നിട്ട് ആ വ്യക്തി ഫോൺ എടുക്കാതിരുന്നാൽ മാത്രമേ പോലീസ് മറ്റുള്ള വഴികൾ തേടത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസുകാർ ആദ്യം വിളിക്കുമ്പോൾ ഒരിക്കലും ഒരു പോലീസുകാരനും ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയത്തില്ല. നേരെ ആദ്യം സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ് ചെയ്യുക. അതിനൊരു കാലയളവും കൊടുത്തു. പറഞ്ഞ കാലയളവിനുള്ളിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാതിരുന്നാൽ മാത്രമേ പോലീസുകാർ അങ്ങോട്ട് വരത്തുള്ളൂ. ഇതൊന്നും അറിയാതെയാണ് ഷാജിദ് ഒരു സ്ഥാപനത്തിലേക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്നും പറഞ്ഞ് വിളിക്കാൻ നിൽക്കുന്നത്. എന്താ ഞാനിതിനൊക്കെ പറയാം. എന്നിട്ട് ഇതെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് ഇന്നലെ രാത്രി ലൈവിൽ വന്നിരുന്നു കണ്ടിട്ട് അതിനെ കുറിച്ച് നട്ടാൽ മുളയ്ക്കാത്ത കുറെ നുണകളും പറഞ്ഞ് പ്രചരിപ്പിച്ച് കേട്ടോ. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ആന്ന് കേട്ടോ. പിന്നെ കൈസ് മോനെ, നിന്റെ ഹോസ്പിറ്റലിലെ മുതലാളിനോട് ഞാൻ സംസാരിച്ചടാ. നീ ഏത് ഹോസ്പിറ്റൽ, മലപ്പുറം ഏത് ഹോസ്പിറ്റലാണെങ്കിലും നിന്നെ ആ കാര്യങ്ങളെ നീ ഒരാളിനെ ഇതാക്കിയിട്ട് ഇപ്പുറത്ത് കൂടെ വന്ന് അടിക്കാൻ വന്നപ്പോ അപ്പുറത്ത് കൂടെ ഓടിയവനല്ലടാ കൈസേ നീ. ഇതൊക്കെ ഇപ്പോ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്നെപ്പുറത്ത് കൂടെ ഒരാൾ അടിക്കാൻ വന്ന് ഞാൻ അപ്പുറത്ത് കൂടെ ഓടി എന്നുള്ളത്. എന്തായാലും എനിക്കിതൊരു പുതിയ അറിവാണ്. എന്തായാലും എന്നെ കുറിച്ച് ഞാൻ പോലും അറിയാത്ത പല കാര്യങ്ങളും ഇപ്പൊ ഞാൻ ഷാജിദയിലൂടെ അറിയുന്നുണ്ട്. എല്ലാവരും ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കാൻ ഷാജിദ ബെസ്റ്റ് ആണല്ലോ. എന്തായാലും പറഞ്ഞാട്ടെ, നല്ല രസമുണ്ട് കേൾക്കാൻ. എന്തിനാണ് കൈസ ഇങ്ങനെ നാറിയ പണിക്ക് നിൽക്കുന്നത്? പെണ്ണുങ്ങളെ പറഞ്ഞ് തിന്നും ചെയ്യാ. ആ പെണ്ണുങ്ങളുടെ കെട്ടിയവന്മാർ അടിക്കാൻ വന്ന നീ ഹോസ്പിറ്റലിന്റെ ബാക്ക് കൂടെ ഓടിയവനല്ലടാ. എല്ലാ കഥകളും അറിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അത് ശരി, ഞാൻ പോലും അറിയാത്ത കഥകൾ നിങ്ങൾ അറിഞ്ഞില്ലേ? നിങ്ങളൊരു മഹാസംഭവം തന്നെ ഷാജിദ. ഒരാളോട് ഇങ്ങനെ വ്യക്തിവൈരാഗ്യം ഉണ്ടെന്ന് കരുതി അയാളെ കുറിച്ച് ഇങ്ങനെ നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ പബ്ലിക്കിന് ഇങ്ങനെ പറഞ്ഞ് പരത്തണ ഷാജിദ. അതൊക്കെ മോശമല്ലേ ഇമാതിരി ഊള പരിപാടിയൊക്കെ കാണിക്കുന്നത്. നിന്നെ കുറിച്ച് മുമ്പ് നിന്റെ ഉമ്മ നീ പെരും കള്ളിയാണ്, നീ മറ്റുള്ളവരെ മോശക്കാരായി ചിത്രീകരിക്കാൻ വേണ്ടി എന്ത് കള്ളത്തരവും
പറഞ്ഞുണ്ടാക്കാൻ മടിയില്ലാത്തവളാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ലായിരുന്നു. കാരണം കുറേയൊക്കെ ആ ഉമ്മയുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി അവർ കൈ നിർത്തിട്ടതാണെന്നുള്ളതായിരുന്നു ഞാൻ പകുതി വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇപ്പം നീ എന്നെ കുറിച്ച് ഇല്ലാത്ത പല കാര്യങ്ങളും പബ്ലിക്കിൽ പറഞ്ഞു പരത്തിയെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നീ ആരെ കുറിച്ച് എന്ത് കള്ളത്തരവും പറഞ്ഞുണ്ടാക്കാൻ മടിയില്ലാത്തവളാണ് എന്ന്. വ്യക്തിവൈരാഗ്യം തീർക്കാൻ ഒരാളെ കുറിച്ച് എന്ത് ഫേക്ക് അലിഗേഷനും അടിച്ചെടുക്കാൻ മടിയില്ലാത്തവളാണ് എന്ന്. അത് നീ തന്നെ ഇപ്പൊ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തായാലും നീ എന്നെ കുറിച്ച് ഇത്രയും പറഞ്ഞതല്ലേ, ഞാൻ നിനക്കൊരു വെല്ലുവിളി തരാം. ആര് വന്നപ്പോഴാണ് എന്റെ സ്ഥാപനത്തിൽ നിന്നും ഇറങ്ങി ഓടിയത് എന്ന് നീ പറയണം. അങ്ങനെ ഇറങ്ങി ഓടേണ്ട ഗതികേടൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് വേറെ കാര്യം. നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആളാരാണെന്ന് നീ പബ്ലിക്കിൽ വന്ന് പറയണം. അതുപോലെ നിനക്ക് റാൻഡായിട്ട് ആരെയും പറയാം, കാരണം ഞാൻ ഒരുപാട് പേർക്കെതിരെ റിയാക്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, അതിന് പ്രൂഫോ തെളിവോ എനിക്ക് നീ കാണിച്ചു തരണം. അതും ഒതന്റിക് ആയിട്ടുള്ള പ്രൂഫ് തന്നെ ആയിരിക്കണം. ഒന്നുകിൽ ആ വ്യക്തിയെ നിന്റെ ചാനൽ കൊണ്ടുവന്ന് നീ സംസാരിക്കണം, ഞാൻ ഗെയ്സിന്റെ സ്ഥാപനത്തിൽ പോയി ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് ആ വ്യക്തി പറയുന്നത് നീ നിന്റെ ചാനലിലൂടെ കാണിക്കണം. അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ക്ലിപ്പോ കാര്യങ്ങളോ നീ നിന്റെ ചാനൽ വന്ന് കാണിക്കണം. അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. നീ എന്തായാലും അതിന് പ്രൂഫ് കാണിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നീ പെരും കള്ളിയാണെന്ന് നീ അടിവരായിട്ട് ഉറപ്പിക്കുന്ന പരിപാടിയാണ് നീ ഇപ്പൊ കാണിച്ചു വെച്ചേക്കുന്നത്. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. അപ്പൊ കൈസിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ഉമ്മാനോട് സംസാരിച്ച കൈസ് എന്തേടാ എന്റെ കോള് വരുമ്പോ കട്ടാക്കി വിടേണ്ടത്, എന്റെ സൗണ്ട് കേൾക്കുമ്പോ എന്താടാ കൈസ നീ കട്ടാക്കുന്നത്? അതൊക്കെ ഇപ്പോ എന്റെ ഫോണിലേക്ക് ഇന്നേ വരെ ഷാജി എന്ന പേരിൽ ഒരു കോള് വന്നിട്ടില്ല. പിന്നെ ഷാജിദന്റെ കോള് വരുമ്പോ കട്ടാക്കി വിടേണ്ട ഗതികളൊന്നും എനിക്കില്ല. അത് വേറെ കാര്യം. ഇനി ഇത്രയൊക്കെ പറഞ്ഞതല്ലേ, ഷാജിദ് എന്നെ വിളിച്ചതിന്റെ കോൾ ലോഗ് എന്തായാലും ഷാജിദന്റെ ഫോണിൽ കിടപ്പുണ്ടാവല്ലോ. ഇന്നലെ എന്നെ വിളിച്ചതിന്റെ കോൾ ലോഗ്, അതായത് 27 മെയിലെ കോൾ ലോഗ് ഷാജിദ കാണിക്കണം. ഇല്ല എങ്കിൽ നീ ഒരു പെരും കള്ളിയാണെന്ന് ജനങ്ങൾ വിശ്വസിക്കും. ഇതിപ്പോ സംഭവം എന്താണെന്ന് അറിയോ? ഷാജിദ കുറച്ച് ദിവസം മുന്നേ എന്നെ വെല്ലു വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നീ എന്നെ ഫോൺ വിളിക്കണം എന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ വിളിച്ചിട്ടില്ല. അപ്പൊ ഞാനായിട്ട് ഷാജിദിനെ അങ്ങോട്ട് വിളിക്കണം, അതിനുള്ള പണിയാണ് ഇപ്പൊ വീഡിയോയിൽ വന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും നടക്കാൻ പോണില്ല ഷാജിദ. നീ വേണമെങ്കിൽ എന്റെ അങ്ങോട്ട് വിളിച്ചു. പിന്നെ വിളിക്കുമ്പോൾ മാന്യമായിട്ടും മര്യാദക്കും സംസാരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഫോൺ കട്ട് ചെയ്ത് വിടും. അത് വേറെ കാര്യം. എനിക്ക് നിന്നെ മാറി തെറി പറയാനും തോന്നിയ ദിവസം പറയാനൊന്നും അറിയത്തില്ല. എല്ലാവരോടും മാന്യമായി ഇടപഴകിയിട്ട് എനിക്ക് ശീലമുണ്ട്. അതും കൂടി മനസ്സിലാക്കി മാന്യമായിട്ടാണ് എന്നോട് സംസാരിക്കാൻ ഉദ്ദേശമെങ്കിൽ നീ എന്നെ വിളിച്ചു, എനിക്കൊരു കുഴപ്പമില്ല. എന്തായാലും നീ ബാക്കി പറഞ്ഞിട്ടെ. സംസാരിക്കട കൈസേ, എന്നോട് സംസാരിക്കടാ, എന്റെ മക്കളോട് സംസാരിക്കടാ മോനെ. നീ മറ്റേ വല്ലാണ്ട് അങ്ങോട്ട് ഉണ്ടാക്കിയതല്ലടാ, അണ്ണാക്കിൽ എനിക്ക് തന്നതല്ലടാ കൈസേ. അപ്പൊ ഇന്ന് ഞാൻ നിന്നെ വിളിച്ചില്ലടാ മോനെ, നിന്റെ മുതലാളിനെ വിളിച്ചില്ലടാ, എല്ലാവരും ഞാൻ വിളിച്ച് സംസാരിച്ചില്ലടാ. അപ്പൊ ആ മുതലാളി അറിയാ പാവ, ആ മനുഷ്യൻ പറയാ, മാനേജർ പറയാണ് അവനിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, 4 വർഷമായിട്ട് അവൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവനൊരു യൂട്യൂബ് ചാനൽ ഉള്ളത് എനിക്കറിയാം, പക്ഷെ അവൻ ഇങ്ങനത്തെ വീഡിയോസ് ഇടണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു മോളെ എന്നാണ് അവര് പറഞ്ഞത്. അങ്ങനത്തെ വീഡിയോസ് ഇടുന്നതെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഞാൻ അവൻ വന്നിട്ട് ചോദിക്കാന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെന്നോട് പറയുകയും ചെയ്തു. ഏതൊരു ഫ്രോഡ് കോഡ് നിന്റെ പേരും പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു, പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്നും പറഞ്ഞിട്ട്. എന്നിട്ട് നീയുമായിട്ടുള്ള സംഭാഷണം എന്നെ കേൾപ്പിച്ച് തരികയും ചെയ്തു. എന്നിട്ട് എന്നോടൊന്ന് സൂക്ഷിക്കണമെന്നൊരു താക്കീതും പുള്ളിക്കാരൻ നൽകി. നല്ലൊരു മനുഷ്യനാണ് കേട്ടോ എന്റെ സ്ഥാപനത്തിലെ മാനേജർ, ഉള്ളത് പറയാലോ. ഇനി അതെവിടെ നിൽക്കട്ടെ. ഒരാളോട് വ്യക്തി വൈരാഗ്യം ഉണ്ടെന്ന് കരുതി അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിക്കുക, അതും പോലീസ് എന്ന വ്യാജേന വിളിക്കുക, എന്നിട്ട് അയാൾ ജോലി കളിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതൊക്കെ വളരെ മോശമല്ല ഷാജിദ. നേരും നേരെയുള്ള ഒരു മനുഷ്യന് ചെയ്യുന്ന പരിപാടിയാണത്. എന്തായാലും കൊള്ളാം, നീ നിന്റെ നിലവാരം നീ തന്നെ പബ്ലിക്കിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഇനിയും ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടണം. കാരണം നീ കാണിച്ചു കൂട്ടും തോറും നിന്റെ നിലവാരം നീ പബ്ലിക്കിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നീ സ്വയം നാറാണെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഷാജിദ. ഇനി ഇതും കഴിഞ്ഞ് ഷാജിദ് ഒരുപാട് കാര്യങ്ങൾ വേറെയും പറയുന്നുണ്ട് കേട്ടോ. പണ്ട് ഞാനും ഷിയാസ് കരീമും തമ്മിൽ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഷിയാസ് കരീം പണ്ട് എന്നെ ഇവിടെ പുറത്ത് വെച്ച് കണ്ട സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എന്നെ കുറിച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ, ഇനി എന്നെ കുറിച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഞാൻ കയറി തല്ലും എന്നുള്ള രീതിയിൽ ഷിയാസ് കരീം തമാശ മുഖേന എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് തിരിച്ച് തള്ളുകയും ചെയ്തു. അന്ന് തൊട്ടടുത്ത് വിവി ഹിയർ എന്ന് പറയുന്ന മറ്റൊരു യൂട്യൂബർ ഉണ്ടായിരുന്നു. അവൻ പിന്നീട് എനിക്കെതിരൊരു വിഷയം ഉണ്ടായ സമയത്ത് ഈ കാര്യം എടുത്ത് പബ്ലിക്കിൽ ഇടുകയും എന്നെ മോശമായി ചിത്രീകരിക്കാൻ നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ വിവിക്ക് നല്ല ചുട്ട മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സംഭവമൊക്കെ ഇപ്പോൾ എടുത്ത് പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഷാജിദ. ഷിയാസ് കരീം പണ്ട് പേടിപ്പിച്ചപ്പോൾ ഓടി പോയവനല്ലേ നീ എന്നുള്ള രീതിയിൽ. അതിനെ കുറിച്ചൊന്നും പറയാനില്ലാത്തതുകൊണ്ടായിരിക്കണം അന്ന് നടന്ന സംഭവമൊക്കെ ഇപ്പോൾ എടുത്തുകൊണ്ടായിരുന്നു. ഈ സ്ത്രീന്റെ ഒരു നിലവാരം നിങ്ങൾ നോക്കണേ. എന്തായാലും ബാക്കി കേട്ടോക്കാം. നീ എന്താ ആണുങ്ങളെ പോലെ നിക്കടാ, എന്തിനാ അവിടെ തല്ലാൻ വരുമ്പോഴേക്കും അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാര് ചോദിക്കാൻ വരുമ്പോഴേക്കും നീ എവിടേക്കാടാ പോലെ ഓടുന്നത്? അപ്പൊ ഞാൻ വന്ന നിന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ നിന്റെ അടുത്ത് വരണം പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കൈസേ. ഞാൻ വന്ന നിന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ ഒറ്റയ്ക്കല്ല വരിക മോനെ കൈസേ, ഷാജിദ ഒറ്റയ്ക്കല്ല വരണത്. അതുകൊണ്ട് ഷാജിദ പറഞ്ഞു കണ്ട് തരാം. ഓക്കെ മോനെ കൈസേ, നീ ഹോസ്പിറ്റലല്ല കേട്ടോ, ഒരു സംഭവം ക്ലിനിക്ക്. അതിന്റെ വിശദ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എവിടെ എന്താ ഏതാ എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട്, ഏത് സ്ഥലമാണ് എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. വൈകാതെ ഞാൻ നിന്നിലേക്ക് എത്തും. ഓക്കെ, എന്റെ അമ്മ ഫോൺ കോളിലൂടെ എത്തുള്ളൂ, ഞാൻ നേരിട്ട് നിന്നിലേക്ക് എത്തും. എന്നിട്ട് എന്റെ വിശദമായിട്ടുള്ള കഥകൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് തരാം മോനെ. നീ അങ്ങോട്ട് വീഡിയോസ് അങ്ങോട്ട് തള്ളു.
ഓ വെൽക്കം, നീ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് പോരും. ഇവളെന്തോ വലിയ അച്ചീവ്മെന്റ് പോലെയൊക്കെയാണ് പറയുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം കണ്ടുപിടിച്ചെന്നൊക്കെ. ഈ പിടികിട്ടാ പുള്ളികളൊക്കെ ഒളിച്ചിരിക്കുന്ന താവളം കണ്ടുപിടിക്കല്ലോ, അതേമാതിരിയാണ് പുള്ളിക്കാർ പറയുന്നത്. കൈസി ജോലി ചെയ്യുന്ന സ്ഥാപനം ഞാൻ കണ്ടുപിടിച്ചേ എന്നുള്ള രീതി. ഇവിടെ ഒരുവിധം എല്ലാ യൂട്യൂബേഴ്സിനും പറയും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം എവിടെയാണെന്നുള്ളത്. അതിൽ പ്രത്യേകിച്ച് പുതുമൊന്നുമില്ല. എന്തോ വലിയ അച്ചീവ്മെന്റ് പോലെയാണ് ജോലി ചെയ്യുന്ന സ്ഥാപനം കണ്ടുപിടിച്ചതെന്ന് പറയുന്നത്. എന്തായാലും എന്റെ സ്ഥാപനം കണ്ടുപിടിച്ച സ്ഥിതിക്ക് അങ്ങോട്ട് പോരും. പിന്നെ നിന്റെ നിലവാരം അനുസരിച്ച് അവിടെ വന്ന് ബഹളം ഉണ്ടാക്കാനും പ്രശ്നം ഉണ്ടാക്കാനുമാണ് ഉദ്ദേശമെങ്കിൽ അവിടെ സെക്യൂരിറ്റീസ് ഉണ്ട്. പിന്നെ നിന്നൊരു എല്ലാവരും എന്റെ സ്ഥാപനത്തിലും അതിന് ചുറ്റുപാടുമുള്ള ആളുകൾക്കൊക്കെ അറിയാം. ബാക്കി അവർ തന്നെ നോക്കിക്കോളും. അതല്ലാതെ മാന്യതക്കും മര്യാദക്കും സംസാരിക്കാനാണെങ്കിൽ നീ പോരും. പിന്നെ നിനക്ക് വേണ്ടി വീഡിയോ ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ് നീ വരുന്നതെങ്കിൽ അത് നടക്കില്ല കേട്ടോ. അത് നീ ഒരിക്കലും സ്വപ്നം കാണണ്ട. അതും കൂടി മനസ്സിലാക്കിയിട്ട് വേണം നീ എന്റെ സ്ഥാപനത്തിലേക്ക് വരാൻ. എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. അവന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എടാ മോനെ, ആണായിട്ട് നിനക്ക് ധൈര്യത്തിൽ നിന്നിട്ട് മറ്റുള്ളവരെ കുറിച്ച് പറയും പോലെ വർത്താനം എനിക്ക് നിന്നോട് പറയുള്ളൂ. എന്നെ എന്റെ മക്കളെയും വല്ലാണ്ട് ഇട്ടങ്ങടെ അഴിക്കണെങ്കിൽ നിന്റെ കരണം അടിച്ചു പോക്കാൻ എനിക്ക് അറിയടാ. ഞാൻ വേറെ ആരും വേണ്ട, ഞാൻ എന്നെ മതി നിന്റെ കരണം അടിച്ചു പൊളിക്കാൻ. ഞാൻ എന്നെ അവിടെ വരും, നിന്റെ കരണം ഞാൻ അടിച്ചു പൊട്ടിക്കും. നീ എവിടത്തെ കൈസാണെങ്കിലും നിന്റെ കാരണം ഞാൻ അടിച്ചു പൊട്ടിക്കടാ. എന്നെ എന്റെ കുട്ടികളെ നീ വലിച്ചഴിച്ചിട്ട് നീ വല്ലാണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ നിന്റെ അണ്ണാക്കല് നീ എവിടെയാണ് എന്താ ഇങ്ങോട്ട് പോലും ഞാൻ കാരണം വെച്ച് തരാം അടിച്ചു പോയിക്കാൻ. നിനക്ക് നല്ലോണം പൊള്ളുന്നുണ്ടല്ലേ ഷാജിദ? സ്വന്തം ഉമ്മാനെ കുറിച്ചും ഭർത്താവിന്റെ കൂടെ പെറുപ്പുകളെയും കുറിച്ചും ഇല്ലാ കഥകൾ പബ്ലിക്കിൽ വന്ന് പറഞ്ഞുണ്ടാക്കുമ്പോൾ നീ ആലോചിച്ചില്ല അവർക്ക് വേണ്ടി സംസാരിക്കാൻ, സത്യം ഈ പുറലോകത്ത് അറിയിക്കാൻ ഒരാൾ വരുമെന്നുള്ളത്. അങ്ങനെ ഒരാൾ വന്നപ്പോൾ നിനക്ക് നല്ലോണം പൊള്ളില്ലേ? എന്നാൽ ഇനിയും നീ പൊള്ളാൻ തയ്യാറായിക്കോ. സ്വന്തം ഉമ്മാനെ കുറിച്ചും ഭർത്താവിന്റെ വീട്ടുകാരെ കുറിച്ചും ഇല്ലാ കഥയും നുണകളും നീ പറഞ്ഞുണ്ടാക്കിയപ്പോ അവരുടെ മനസ്സിൽ പറഞ്ഞ അതേ ഡയലോഗാണ് നീ ഇപ്പൊ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിനക്ക് കൊള്ളുന്നുണ്ട്, നോവുന്നുണ്ട്, കിട്ടേണ്ടടുത്ത് കിട്ടുന്നുണ്ട് അല്ലേ? അത് നിന്റെ ഈ ഭീഷണിപ്പെടുത്തൽ കണ്ടപ്പോൾ തന്നെ നല്ലോണം മനസ്സിലായിക്കുന്നത്. എന്തായാലും കൊള്ളാൻ ഷാജിദ, നിന്റെ ഭീഷണിപ്പെടുത്തൽ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ഉള്ളത് പറയാലോ, അത് ഇവിടെ വില പോകില്ല. ഉള്ള തോന്നിയാസൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് അതിനെതിരെ സംസാരിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തല്ലേ? കൊള്ളാം, നന്നായിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് ഷാജിദ സ്വന്തം മകനെ കൊണ്ട് എന്നെ ചീത്ത വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാനിവിടെ കാണിക്കുന്നില്ല, കാരണം ആ മക്കളോട് നമുക്ക് ദേഷ്യമൊന്നുമില്ല. അവര് പാവങ്ങളാണ്. പിന്നെ ഷാജിദ പറഞ്ഞ പോലെ ആ മക്കളെ കുറിച്ച് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഷാജിദ. ഞാൻ പറഞ്ഞത് മുഴുവനും നിന്നെ കുറിച്ചാണ്. ആ മക്കളെ കുറിച്ച് ഞാൻ എവിടെയും നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ നിന്റെ മക്കളെ മോശം പറഞ്ഞു എന്നുള്ള രീതിയിൽ നീ പറഞ്ഞു പരത്താൻ ശ്രമിക്കരുത്. എന്തായാലും കൊള്ളാൻ ഷാജിദ, നീ കളിച്ച് എവിടെ വരെ എത്തുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നീ എത്രത്തോളം എനിക്കെതിരെ കളിക്കുന്നു അത്രത്തോളം നീ എക്സ്പോസ് ആയിക്കൊണ്ടേയിരിക്കും. കൂടുതലായിട്ട് ഞാനൊന്നും ഇവിടെ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നില്ല. അടുത്തൊരു ടോപ്പിക്കുമായി